എൻ്റെ അപ്പോൾ മനുഷ്യനിങ്ങനെ എങ്ങനെ മാറാൻ പറ്റുന്നു? രേണുവിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച് രേണുവിനെ ഇട്ട് കുത്തി നോവിച്ച് രേണുസുതി എന്ന് പറയില്ല, തള്ളേന്ന് വിളിക്കുന്ന ഈ പയ്യൻ എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയണു? പെട്ടെന്ന് ഇപ്പം റീച്ചാകുന്ന ഏതാണോ അതെടുത്തിട്ട് അവൻ അലക്കാൻ നോക്കുന്നു. ഇത് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കത്തില്ല ഈ പയ്യനിങ്ങനെ മാറ്റിയും മറിച്ചും പറയുന്നത്. അത് കാരണം ഞാനിതൊന്ന് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് കണ്ടു നോക്കിയേ. നിങ്ങൾ അതിന് സ്കൂളിൽ പോയിട്ടുള്ളത് ചോറ് കഴിക്കാനും പ്രേമിക്കാനും കഥ പറയാനല്ലേ, അല്ല പഠിക്കാനല്ലല്ലോ. നിങ്ങൾ ആകെ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കോഴിത്തരം കാണിക്കാനും ഭക്ഷണം കഴിക്കാനാണ് നിങ്ങൾ സ്കൂളിൽ പോയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പോകുന്നു തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല പഠിപ്പുണ്ടെങ്കിൽ വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കോമാളിത്തരം കാണിക്കും. അതില്ലാത്തതുകൊണ്ടാണ് നിങ്ങളും ജാസിയും അലിൻ ജോസൊക്കെ ഇങ്ങനത്തെ കോമാളിത്തരം കാണിക്കുന്നത്. എല്ലാം സോഷ്യൽ മീഡിയ റീച്ചാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഈ കുട്ടി ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നത്? കാലും തുടയൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, എൻ്റെ ആവശ്യമില്ല. ഞാനിപ്പം ചെറുപ്പകാലത്തിലേക്ക് പോയി പറഞ്ഞിട്ടാണോ ക്യാമറാമാൻ പറഞ്ഞ ഐഡിയ ആണോ ഈ ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾ കുട്ടിയായിന്ന്? അത് നിങ്ങളെ വെറും തോന്നല. അപ്പം മൊയന്താക്കുകയാണ്. നിങ്ങൾക്ക് മറ്റെന്താ പറയുക, സാരി കൊടുത്തത് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ പോരെ. നിങ്ങൾ വെറുതെ എന്താ പറയുക, ഓവർ ക്യൂട്ട്നെസ് എനിക്ക് ഒരു കാര്യമില്ല. നമുക്ക് അതുകൊണ്ട് കാര്യം എന്തായാലും നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അതായത് സ്വർണ്ണക്കരണ്ടിയിൽ മാത്രം ജനിച്ചതെന്ന രേണു സ്തുതിയായിരിക്കുന്നു, രേണുത്തള്ളയായിരിക്കും. എന്തായാലും നടക്കട്ടെ. ഞാൻ നല്ല ശബ്ദം കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ റിക്കവറായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ എന്നെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ സത്യം പറഞ്ഞാൽ തൊട്ടു. അതുപോലെ ഏറ്റവും വലിയ കാര്യം, എനിക്ക് തിരുമേനി, നമ്മുടെ അറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ തിരുമേനി വന്ന് പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചു. എല്ലാ വിശേഷങ്ങളും നിങ്ങളെ അറിയിക്കാം എൻ്റെ ചാനലിൽ കൂടെ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻ്റൊക്കെ ഇടണം. സോ നിങ്ങളുടെ ഓരോരുത്തരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്ക് എന്താ പറയുക, ഹെൽപ്പായിട്ട് മാറട്ടെ. സോ താങ്ക് യു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയും രേണു ചേച്ചിക്കുണ്ട്. രേണു ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ട്. ഞങ്ങൾ അത്രയേറെ നിങ്ങളെ സ്നേഹിക്കുന്നുമുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ ഒരിക്കലും